ഹായ് ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ വീട്. ദേ അവിടെ പേപ്പറും പിടിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഇത് അച്ഛനും അമ്മയാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും 4 പെൺമക്കളാണ്. ഞങ്ങൾ 4 പേരാണത്. ഞങ്ങൾ 4 പേരുടെയും വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ 4 പേർക്കും കൂടി 7 മക്കളുണ്ട്. അന്ന് രാവിലെ വീട്ടിൽ ഇഡ്ഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കിയത്. കാരണം അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് ഈ എളുപ്പപ്പണിയൊക്കെ ഉള്ളതല്ലേ ചെയ്യാനൊക്കും. രാവിലെ തന്നെ ദേ പരിപാടിയിലേക്ക് എല്ലാവരും തുടങ്ങുകയാണ്. കാരണം ഇത്രയും അംഗങ്ങൾക്ക് പരിപാലിച്ചെടുക്കേണ്ടത്. ഇത് 2ാമത്തെ ചേച്ചിയാണ്. ചേച്ചിയും 4ാമത്തെ അനിയത്തിയുടെ മോളുമാണ്. ഇത് ദേ അമ്മ ദേ ചിക്കന് വേണ്ടിയുള്ള ഉള്ളിയെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ദേ മക്കൾസാണ്. ഇത് മാത്രമല്ല ഇനിയും ഉണ്ട്. വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും ഓടിക്കളയും. വീഡിയോ എടുക്കുമ്പോൾ ഓടാത്ത ഒരേ ഒരാളേ ഉള്ളത് ഇവള് മാത്രം. ഞാൻ ഫോണും കൊണ്ട് വന്നു കഴിയുമ്പോൾ അവൾ വന്ന് എൻ്റെ മുന്നിൽ വന്ന് ഇത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്. ഇത് അനിയത്തിയാണ്. അനിയത്തി ഉള്ളി അരിയലിൻ്റെ പരിപാടിയിലാണ്. അവളാണ് ഇവിടുത്തെ ഉള്ളി അരിയിച്ചിലുകാരി. പുള്ളിക്ക് കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി അരിയാൻ. എത്ര വേണേലും അരിഞ്ഞ് തന്നോളും. അങ്ങനെ എല്ലാവരും അരിയിച്ചിലിൻ്റെ പരിപാടിയിലാണ്. ഇവിടെ വിറകടുപ്പിലിട്ടാണ് ഞങ്ങൾ പരിപാലിച്ചത്. കാരണം ഇത്രയും ആളുകളുള്ളത് കൊണ്ട് ഗ്യാസ് മുതലാകത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ റൈസും ചിക്കനും എല്ലാം അടുപ്പിലിട്ടാണ് വെച്ചത്. അങ്ങനെ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ ഏതാണ്ട് തീരാറായി. ഞാനായിരുന്നു ബിരിയാണിയുടെ പരിപാടിയെല്ലാം നടത്തിയത്. ഇങ്ങനെ ചരുവം കണ്ട് നിങ്ങളാരും പേടിക്കല്ലേ. ഇത്രയും അംഗസംഖ്യ ഉള്ളത് അത് വേണം. ഞങ്ങൾക്ക് അത്രയും വലിയൊരു ചരുവത്തിൽ വേണം. അവൾ അടുത്ത പപ്പടം വറുക്കലിലേക്ക് പോയിരിക്കുകയാണ്. ചെറിയ ചെറിയ പണികളെല്ലാം അവൾ ഏറ്റെടുക്കും, കൊച്ചുള്ളത് കൊണ്ട്. ഇത് കസിൻ്റെ വൈഫും കുഞ്ഞുമാണ്. മഞ്ഞ ഇട്ട് നിൽക്കുന്നത് കണ്ട. പിന്നെ അടുത്ത ആളതേ വന്നു. ഞാൻ ഫോൺ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അടുത്ത ആളതേ വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണിയും എല്ലാം റെഡിയായി. കറിയും ഏതാണ്ട് തയ്യാറായി വരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് കാര്യം പറയാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെ ഒത്തുകൂടുമ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കുന്ന സംസാരിക്കാൻ ഒരു അവസരം കിട്ടത്തുള്ളൂ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കുശലങ്ങൾ പറഞ്ഞ് ചിരിക്കുകയും കളിക്കുകയും ഇടിയിടുകയൊക്കെ ചെയ്യും. അങ്ങനെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.